നമസ്കാരം. ന്യൂസ് മോർണിംഗ് തുടരുകയാണ്. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 24 പേർക്കുള്ള ശിക്ഷാവിധി ഇന്നുണ്ടായേക്കും. അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് വിധി പറയുക. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഗുജറാത്ത് കലാപകാലത്ത് 2002 ഫെബ്രുവരി 25-നായിരുന്നു ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊല നടന്നത്. 69 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രിയുടെ 14 വർഷത്തിന്റെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അദാനി പോർട്സിന്റെ തുറമുഖ വിഭാഗം മേധാവി കരൺ അദാനി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കൂടിക്കാഴ്ചയിൽ പങ്കുചേരും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശം കരൺ അദാനി സന്ദർശിച്ചേക്കും. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് അദാനി പോർട്സ് പ്രതിനിധി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനിടയാക്കിയത് മുൻ സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടിയ ദിനം പൊതുവിദ്യാഭ്യാസ രംഗത്തെ കറുത്ത ദിനമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സംവിധാനം തകർക്കാനാവില്ല. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനം തകർന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് അനുവദിക്കാനാവില്ല. കോടതി നിഷേധ രൂപത്തിൽ ഉള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ മാനേജ്മെൻറ്റിന് ആ സ്കൂൾ കെട്ടിടവും സ്ഥലവും വിൽക്കാൻ അവകാശമുണ്ട് എന്നിടത്ത് കോടതി നിൽക്കുകയാണ്. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഫലത്തിൽ തടയുന്ന നിലപാടും എടുത്തിരിക്കുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടാൻ മുൻ സർക്കാർ അനുമതി നൽകിയത് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഏത് നിലയായാലും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സർക്കാർ അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടങ്ങളിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകും. തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ നവീകരിച്ച ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു. മോഡൽ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള മിഷൻ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 116 വർഷം പഴക്കമുള്ള ക്ലാസ് മുറികൾ നവീകരിച്ചത്. കെട്ടിടത്തിന്റെ പൈതൃക സ്വഭാവം നഷ്ടപ്പെടുത്താതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലാവ്ലിൻ കേസ് സംബന്ധിച്ച വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസ് വിചാരണ കൂടാതെ തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെയുള്ള CBIയുടെ റിവിഷൻ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ചില സ്വകാര്യ വ്യക്തികൾ സമർപ്പിച്ച ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. വിചാരണ 2 മാസത്തേക്ക് കൂടി നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള CBIയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ കാണും. മുതിർന്ന AICC നേതാക്കളെ കണ്ട് സുധീറിനെ മാറ്റണമെന്ന ആവശ്യം AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റമില്ലെന്നുറപ്പിച്ച് VM സുധീരൻ ദില്ലിയിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് സുധീരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ കാണുന്നത്. ഇന്നലെ ദില്ലിയിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കി മുകുൾ വാസ്നിക് അടക്കമുള്ള AICC നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് മറ്റ് ഹൈക്കമാൻഡ് നേതാക്കളെ കാണുന്നത്. തോൽവിയിൽ ഉത്തരവാദിത്വമുള്ളവർ പദവിയിൽ തുടരുന്നത് ശരിയല്ലെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയും ഇവർ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇന്നലെ ചേർന്ന UDF നേതൃയോഗത്തിൽ ഉയർന്ന നേതൃമാറ്റ ആവശ്യവും ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തും. UDF ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി പൂർണ്ണ സമ്മതം നൽകാത്തതും സുധീരന്റെ സ്ഥാനചലനം ലക്ഷ്യമിട്ടെന്നാണ് സൂചന. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ സുധീരനും പദവി ഒഴിയണമെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. UDF ചെയർമാൻ പദവി സംബന്ധിച്ച നിലപാട് അറിയിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സുധീറിന് പകരം ഉമ്മൻചാണ്ടിയുമായി ഒത്തുപോകുന്നയാൾ നേതൃസ്ഥാനത്ത് എത്തുന്നതാണ് തിരിച്ചുവരവിന് നല്ലതെന്ന് ചെന്നിത്തലയും കരുതുന്നു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ആവണാങ്കുഴിയിൽ അമിത വേഗതയിലെത്തിയ ജീപ്പ് ഇടിച്ച് ഒരു സ്ത്രീ അടക്കം 4 പേർ മരിച്ചു. നിയന്ത്രണം വിട്ട ജീപ്പ് ഓട്ടോയിലും തുടർന്ന് ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ജീപ്പ് ഡ്രൈവർ മദ്യപിച്ചതാണ് അപകട കാരണം. മിതവേഗതയിലെത്തിയ ജീപ്പ് ആവണാങ്കുടി ജംഗ്ഷനിൽ വെച്ച് ഓട്ടോറിക്ഷയിലാണ് ആദ്യം ഇടിച്ചത്. നിയന്ത്രണം വിട്ട ജീപ്പ് സമീപത്തുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ചു. നെല്ലിമൂട് കണ്ണറവള സ്വദേശിയായ യോഹന്നാൻ, കാഞ്ഞിരംകുളം ചാവടിമുക്ക് സ്വദേശിയായ ശശി, ഓട്ടോ ഡ്രൈവർ രാജേന്ദ്രൻ, ഓട്ടോറിക്ഷയിലെ യാത്രക്കാരിയായ ഒരു സ്ത്രീ എന്നിവരാണ് മരണമടഞ്ഞത്. മരിച്ചവരുടെ മൃതദേഹം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും നിംസ് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. ജീപ്പ് ഓടിച്ചിരുന്ന കാരക്കാമണ്ഡപം സ്വദേശിയായ വിജയകുമാർ, സഹയാത്രികൻ സുനിൽകുമാർ എന്നിവരെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജീപ്പിലുണ്ടായിരുന്നവർ മദ്യപിച്ചതാണ് അപകടമുണ്ടാവാൻ കാരണം. നെയ്യാറ്റിൻകര MLA കെ ആൻസലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അനന്തര നടപടികൾ, പോലീസുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി നേരത്തെ തന്നെ മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടി. AEO എത്തി രേഖകൾ ഏറ്റുവാങ്ങി. സ്കൂൾ താൽക്കാലികമായി കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റി. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ആഹ്ലാദത്തോടെയാണ് സമരസമിതിയും നാട്ടുകാരും സ്വീകരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ ആശങ്കയുടെ നിമിഷങ്ങളായി. സംസ്ഥാന സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്നറിയിച്ചതിനെ തുടർന്ന് വൈകുന്നേരം 4 മണിയോടെ ചേർന്ന സർവകക്ഷി യോഗം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിക്രമങ്ങൾ തടയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കളക്ടർ N പ്രശാന്തും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിലും സർവകക്ഷി യോഗത്തിലെത്തി വിദ്യാർത്ഥികൾക്ക് കളക്ടറേറ്റിൽ പഠന സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചു. ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അപ്പീൽ പോയത് സുപ്രീം കോടതിയിൽ. ആ അപ്പീൽ പരിഗണിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സ്കൂൾ അക്വയർ ചെയ്തെടുക്കാൻ ഗവൺമെൻറ് ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സ്കൂൾ നിലനിന്ന് കിട്ടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ കുട്ടികളെ ഏറ്റവും ഭദ്രമായിട്ട് ഇവിടെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുസ്വത്താണ്, അത് സംരക്ഷിക്കുന്ന ആ കാര്യവും ഞങ്ങൾ കലക്ടറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കളക്ടറേറ്റിലേക്ക് മാറ്റി. 5 മണിയോടെ AEO KS കുസുമം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്കൂളിന് താഴിട്ടു. നാളെ മുതൽ വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലൊരുക്കുന്ന പ്രത്യേക സൗകര്യത്തിൽ പഠനം നടത്തും. നിയമ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ ഉടൻ തന്നെ സ്കൂൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി പ്രവർത്തകർ. അതുവരെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരും. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി PP തങ്കച്ചന്റെ PA ബൈജുവിനെ ചോദ്യം ചെയ്തു. ജിഷയുടെ അമ്മ തങ്കച്ചന്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ലെന്ന ബൈജു മൊഴി നൽകി. തങ്കച്ചനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം PA നിഷേധിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളുടെ യോഗം വിളിച്ച പോലീസ് തൊഴിലാളികളുടെ സമഗ്ര വിവരങ്ങൾ ശേഖരിച്ചു. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് തങ്കച്ചനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തൻപുരക്കലിൽ നിന്ന് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നേരത്തെ മൊഴിയെടുത്തിരുന്നു. ജിഷയുടെ അമ്മ രാജേശ്വരി തങ്കച്ചൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് ജിഷയുടെ അച്ഛൻ പാപ്പുവും വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്കച്ചൻ്റെ PA ബൈജുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. തങ്കച്ചനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ബൈജു നിഷേധിച്ചു. ജിഷയുടെ അമ്മ തങ്കച്ചൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ലെന്നും ബൈജു മൊഴി നൽകി. ബൈജുവിൻ്റെ മൊഴിയുടെ ആധികാരികത പോലീസ് വിശദമായി പരിശോധിക്കും. മുൻപ് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത അയൽവാസികളിൽ പലരെയും വീണ്ടും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. ജിഷയുടെ ഒരു സുഹൃത്തിനെയും പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളുടെ യോഗം പെരുമ്പാവൂരിൽ വിളിച്ചു ചേർത്തു. ഈ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ സമഗ്ര വിവരം ഉടമകളിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. ജിഷയുടെ കൊലപാതകം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൈമാറുന്നതിന് പെരുമ്പാവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് ഇൻഫർമേഷൻ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസിന് നിർണായക വിവരങ്ങൾ നൽകുന്നതിനുള്ള ഭീതി ഒഴിവാക്കാനാണ് പോലീസ് ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. അമേരിക്കൻ കോൺഗ്രസിൽ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഭീകരതയാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഇതിന്റെ തുടക്കം ഇന്ത്യയുടെ അയൽപ്പക്കത്തു നിന്നാണെന്നും മോദി US-ൽ പറഞ്ഞു. ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളിയായി അമേരിക്ക അംഗീകരിച്ചു. Mr. Speaker, the Prime Minister of the Republic of India. അമേരിക്കൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ഒളിയമ്പ് എയ്തത്. ഭീകരതയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞ മോദി അതിന്റെ തുടക്കം ഇന്ത്യയുടെ അയൽപക്കത്താണെന്നും തുറന്നടിച്ചു.
ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും മോദി ആവശ്യപ്പെട്ടു. We have both lost civilians and soldiers in combating terrorism. The need of the hour is for us to deepen our security cooperation and base it on a policy that isolates those who harbor, support, and sponsor terrorists. ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കൂട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയ മോദി മുംബൈ ഭീകരാക്രമണ സമയത്ത് ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ അമേരിക്കയോട് നന്ദിയും അറിയിച്ചു. അതിനിടെ ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളിയായി അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക പ്രസ്താവന ഇറക്കി. മോദിയും ഒബാമയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇനി മുതൽ പ്രതിരോധ മേഖലയിലും വ്യാപാരത്തിലും സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലും അടുത്ത സഖ്യരാഷ്ട്രങ്ങളെ പോലെ അമേരിക്ക ഇന്ത്യയെയും കരുതുമെന്ന് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്. വിശുദ്ധിയുടെ നാളുകൾ. വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റങ്ങളുടെ പുതുക്കിപ്പണിയാത്ത സ്മാരകമാണ് മാനന്തവാടിയിലെ കോറോംപള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോറോംപള്ളി പഴയ തനിമയോടെ വരവേൽക്കുകയാണ് മറ്റൊരു പുണ്യമാസത്തെ കൂടി. അല്ലാഹു അക്ബർ വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റങ്ങളുടെ ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട കോറോംപള്ളി ഇന്നും പഴയ തനിമയോടെ വിശ്വാസി സമൂഹത്തിന് തണലാണ്. പെരിങ്ങത്തൂരിൽ നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇവിടേക്കുള്ള കുടിയേറ്റ ജനത ചുരം താണ്ടിയെത്തിയത്. അത് 500 വർഷത്തിൻ്റെ മേലെ ഇപ്പം പഴക്കം വയനാട്ടിലെ മുസ്ലിങ്ങൾക്കുള്ള അതിൽ 300 വർഷത്തോളം പഴക്കം ഈ പള്ളിക്കുണ്ട്. പള്ളി പണിയുന്നതിന് ഭൂമി നൽകിയത് സമീപത്തെ പുളിമാരമ്മ ദേവസ്വമാണ്. മക്കിയാട് കോട്ടയിൽ അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിന് പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ച് പങ്കുകൊണ്ട കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട്. കോറോത്തുകാർ സംരക്ഷിച്ചു പോരുന്ന ഈ സാഹോദര്യ സ്മാരകം കുടിയേറ്റ ജനതയുടെ അതിജീവനങ്ങൾക്കും സാക്ഷിയാണ്. കോറോം പള്ളിയിൽ നിന്നുയരുന്ന ബാങ്കുവിളി തലമുറകളിലൂടെ തുടരുകയാണ്. അനൂപ് കയാർ, വയനാട്. പത്തനംതിട്ട ജുമാ മസ്ജിദ് മുറ്റത്ത് തയ്യാറാക്കുന്ന നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനി ഇവിടെ തയ്യാറാക്കുന്ന ഉള്ളിവടയാണ്. നിരവധി ആവശ്യക്കാരുള്ളതും ഏറെ രുചിയുള്ളതുമായ വിഭവമാണ് ഉള്ളിവട. നാവിൽ കൊതിയൂർന്ന വിഭവങ്ങളാണ് പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് തയ്യാറാകുന്നത്. റംസാൻ നോമ്പുതുറ വിഭവങ്ങളിൽ ഉള്ളിവട, മുട്ടബജി, മുളക് ബജി തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായും തയ്യാറാക്കുന്നത്. വിഭവങ്ങൾ നിരവധിയുണ്ടെങ്കിലും ആവശ്യക്കാർ ഏറെയുള്ളതും കൂടുതലായി ഉണ്ടാക്കുന്നതും ഉള്ളിവട തന്നെയാണ്. രുചിയൂർന്ന ഉള്ളിവട കഴിക്കാൻ നിരവധി പേരാണ് ഇവിടെ നോമ്പു തുറക്കായി എത്തുന്നതും. നോയമ്പ് കാലത്ത് ഉള്ളിവടയ്ക്ക് വളരെ ചെലവ് കൂടുതലാണ്. ഒരു ദിവസം 1000 മുതൽ 1500 എണ്ണം വരെ ഉള്ളിവട വിൽക്കാറുണ്ട്. ഒരു 5:30 തൊട്ട് ഒരു 6:30 1 മണിക്കൂറുണ്ട്. ബാക്കി സമയത്ത് ഒത്തിരി കടകളുണ്ട്. പിന്നെ മുട്ട ബജ്ജി, ഉള്ളി ബജ്ജി, ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ വിഭവസമൃദ്ധമായ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പള്ളിമുറ്റത്ത് വിഭവങ്ങൾ തയ്യാറായി തുടങ്ങും. സവാളയ്ക്ക് വില കുറഞ്ഞതും ഉള്ളിവട കൂടുതലായി ഉണ്ടാക്കാൻ ഈ കച്ചവടക്കാരെ സഹായിക്കുന്നുണ്ട്. വൈകിട്ട് നോമ്പ് തുറ തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ വിഭവങ്ങളെല്ലാം തന്നെ വിറ്റുതീരും. രുചിയൂർന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഹസനും അബ്ദുൽ സലാമിനും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുകയാണ്. തീ പൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. ആദായ വിൽപ്പന എന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ.
നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്, അതിനെ പോലെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ട് തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിൽ വിജിലൻസ് മേധാവി DGP ജേക്കബ് തോമസിന്റെ മിന്നൽ പരിശോധന. പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നും നിയമലംഘനത്തിനെതിരായുള്ള മഞ്ഞക്കാർഡ് കാണിക്കേണ്ട സാഹചര്യമുണ്ടായില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പുറകെയാണ് വിജിലൻസ് മേധാവി DGP ജേക്കബ് തോമസ് IPS സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിൽ മിന്നൽ പരിശോധനയ്ക്കെത്തിയത്. പരിശോധന 1 മണിക്കൂറിലേറെ നീണ്ടു. പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. ഭക്ഷണത്തിൽ നിന്ന് തന്നെ ക്രിയേറ്റീവ് വിജിലൻസ് തുടങ്ങാൻ നേരില്ല. വിജിലൻസിന് 2012 മുതൽ പല പരാതികൾ ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പരാതികൾ ഇപ്പോഴും ഉണ്ട്. നിയമലംഘനത്തിനെതിരെ ആദ്യപടിയായുള്ള മഞ്ഞക്കാർഡ് കാണിക്കേണ്ട സാഹചര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ഞക്കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ട്. അത് ആവശ്യം ഫൗള് കണ്ടാൽ മാത്രം അപ്പോഴാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുന്നതായി കണ്ടെത്തിയാൽ മുന്നറിയിപ്പായി ആദ്യം മഞ്ഞക്കാർഡും തിരുത്തിയില്ലെങ്കിൽ പിന്നീട് ചുവപ്പ് കാർഡും കാണിക്കുമെന്ന് ജേക്കബ് തോമസ് വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഓലക്കുടലിൽ തളർന്നു കിടക്കുന്ന അമ്മയ്ക്കും പ്രായം ചെന്ന അച്ഛനും നടുവിൽ നിസ്സഹായനായ അവസ്ഥയിൽ യുവതിയെ ഏകമകൾ അധികൃതരുടെയും കരുണയുള്ളവരുടെയും സഹായം തേടുന്നു. കാസർഗോഡ് കുമ്പടാജിയിലെ അമ്മു പൂജാരിയുടെ കുടുംബമാണ് ദയനീയ നിലയിൽ കനിവിന്റെ തണൽ തേടുന്നത്. കാർഷിക തൊഴിലാളിയായിരുന്ന അമ്മു പൂജാരിക്ക് വയസ്സ് 75 കഴിഞ്ഞു. ഇപ്പോൾ തൊഴിലെടുക്കാനുള്ള ആരോഗ്യമില്ല. 70-കാരിയായ ഭാര്യ കമല തളർവാദം ബാധിച്ച് മാസങ്ങളായി കിടപ്പിലാണ്. കമലയെ കിടത്താൻ ഒരു കട്ടിൽ പോലും ഈ വീട്ടിലില്ല. മൺതിട്ടയിൽ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ ഓലക്കൂര ചോർന്നൊലിക്കുന്നതിനാൽ നാട്ടുകാർ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ സംരക്ഷണമൊരുക്കി. അമ്മയുടെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്നതിനാൽ 25 വയസ്സുള്ള മകൾ പുഷ്പയ്ക്ക് ബീഡികെട്ട് പണിയും നഷ്ടമായി. ഭാര്യയുടെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ നിത്യചെലവുകൾക്കും വരുമാനമില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ് കാസർഗോഡ് കുമ്പടാജിയിലെ അമ്മു പൂജാരിയുടെ കുടുംബം. നാട്ടുകാർ പിരിച്ചെടുത്ത് നൽകിയ ചെറിയൊരു ധനസഹായമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഈ പെൺകുട്ടി വീട് കെട്ടിക്കൊണ്ടാണ് ഇതുവരെ ജീവിച്ചത്. ഇപ്പോൾ ആകെ ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാണ്. ആ ദയനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നമ്മുടെ പാർട്ടി സഹാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇന്നലെ ഒരു ദിവസം ഒരു ഹുണ്ടിക പിരിവ് നടത്തി കുറച്ച് കാശുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തറവാട്ട് വിഹിതമായി ലഭിച്ച 30 സെന്റ് സ്ഥലം ഈ കുടുംബത്തിന് സ്വന്തമായി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. കെട്ടുറപ്പുള്ള വീടും നിത്യച്ചെലവിനുള്ള സംരക്ഷണവുമാണ് അധികൃതരിൽ നിന്നും കരുണയുള്ളവരിൽ നിന്നും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത 25 സ്വാശ്രയ കോളേജുകളിലെ ഈ അധ്യയന വർഷത്തെ പ്രവേശനം മഹാത്മാഗാന്ധി സർവകലാശാല തടഞ്ഞു. പ്രവേശനം തടഞ്ഞവയിൽ VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അംഗീകാരം നൽകിയ കോളേജുകളും ഉൾപ്പെടും. UDF ഭരണകാലത്ത് സമ്മർദ്ദത്തിന്റെ ഭാഗമായി കോഴ്സുകളും കോളേജുകളും അനുവദിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് MG സർവകലാശാല വൈസ് ചാൻസലർ വെളിപ്പെടുത്തി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിയമങ്ങൾ ലംഘിച്ച് സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചതിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതോടെയാണ് സ്വന്തമായി 5 ഏക്കറും കെട്ടിടവും ലൈബ്രറിയും ലാബും അടക്കമുള്ള സൗകര്യങ്ങളില്ലാത്ത 25 സ്വാശ്രയ കോളേജുകളുടെ അഡ്മിഷൻ തടയാൻ സർവകലാശാല അധികൃതർ നിർബന്ധിതരായത്. UDF സർക്കാർ നിയമിച്ച സിൻഡിക്കേറ്റ് വേണ്ടത്ര പരിശോധനയില്ലാതെ 38 സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചിരുന്നു. അതിൽ 13 കോളേജുകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സൗകര്യങ്ങൾ ഉറപ്പാക്കിയതോടെ ആ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നടത്താനാകും. മാനദണ്ഡങ്ങളൊന്നും കൃത്യമായി പരിശോധിക്കാതെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് കോഴ്സുകളും കോളേജുകളും അനുവദിച്ചതെന്ന കാര്യം MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ സമ്മതിക്കുകയും ചെയ്തു. കോഴ്സും കോളേജും ഏതെങ്കിലും ഒരു പ്രഷറിന്റെ പുറത്തുണ്ട്. സ്ഥലവും ബിൽഡിങ്ങും ടീച്ചറും ലാബ് ലൈബ്രറി എല്ലാം വേണ്ടതാണ്. ഇവർ പരിശോധിച്ച് വന്നിട്ട് റിപ്പോർട്ട് തരും, തുടങ്ങാൻ പറയും, റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഫെസിലിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. VCയുടെ പ്രത്യേകാധികാരം ഉപയോഗിച്ച് കവിയൂരിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഡ്മിഷൻ തടഞ്ഞിട്ടുണ്ട്. നിയമവ്യവസ്ഥകളും ചട്ടങ്ങളുമെല്ലാം ലംഘിച്ചുകൊണ്ട് സ്വാശ്രയ കോളേജുകൾക്ക് സിൻഡിക്കേറ്റ് അനുമതി നൽകിയ സംഭവം വലിയ ഒരു പ്രത്യാഘാതത്തിലേക്കാണ് MG സർവകലാശാലയെ തള്ളിവിട്ടിരിക്കുന്നത്. സർവകലാശാല ക്യാമ്പസിൽ നിന്നും ക്യാമറമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. ഒരു ലോക സമുദ്രദിനം കൂടി കടന്നുപോയപ്പോൾ രാജ്യത്ത് പരിപാടികളില്ലെന്നും മാത്രമല്ല സമുദ്ര പഠനത്തിൽ ഇന്ത്യ വളരെ പുറകിൽ പോയി എന്നതും ശ്രദ്ധേയമാകുന്നു. കടലിന്റെ ഗുണഭോക്താവായ കേരളത്തിന്റെ സമ്പദ്ഘടന പോലും നിയന്ത്രിക്കുന്നത് സമുദ്രത്തിലെ വ്യതിയാനങ്ങളാണ്.
രാജ്യത്തിന്റെ ആകെ വരുന്ന 7000 കിലോമീറ്റർ തീരദേശത്ത് 560 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിന്റെ തീരമെങ്കിലും കേരളം പൂർണ്ണമായും കടലിന്റെ ഗുണഭോക്താവാണ്. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ കാലാവസ്ഥയുടെ രൂപത്തിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. മത്സ്യമേഖല ഇതിനൊരു ഉദാഹരണം. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമുദ്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഭൂതല വിസ്തൃതിയുടെ 71% വരുന്ന സമുദ്രമേഖല 29% മാത്രം വിസ്തൃതിയുള്ള ഭൂഖണ്ഡങ്ങളിലെ ജനജീവിതത്തെയും കാലാവസ്ഥയെയും സമ്പദ്ഘടനകളെയും സാരമായി ബാധിക്കുന്ന ഘടകമാണ്. മാനവരാശിക്ക് ആവശ്യമായ മത്സ്യസമ്പത്തും എണ്ണപ്രകൃതിവാതകങ്ങളുടെ നല്ലൊരു ഭാഗവും ഖനിജങ്ങളും ഗതാഗത സൗകര്യങ്ങളും ഒരുക്കുന്ന കടലിൻ്റെ ആരോഗ്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കടലിനെ മാലിന്യമുക്തമാക്കി നിലനിർത്തേണ്ടത് മാനവരാശിയുടെ ആവശ്യതയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അതിൻ്റെ അത്രയോ അതിലധികമോ വിസ്തൃതിയുള്ള സമുദ്ര സാമ്പത്തിക മേഖല നിലവിലുണ്ട്. അവിടുത്തെ വിഭവങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ നമ്മൾ ഇപ്പോൾ തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ മതിയാവൂ. നെതർലൻഡ്, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സമുദ്രത്തെക്കുറിച്ച് പഠനം നടത്തി മുന്നേറുമ്പോൾ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഭൗമവകുപ്പിന്റെ കീഴിൽ ഏതാനും സ്ഥാപനങ്ങൾ മാത്രമാണ് പഠനം നടത്തുന്നത്. ഹെൽത്തി ഓഷ്യൻ, ഹെൽത്തി പ്ലാനറ്റ് എന്ന മുദ്രാവാക്യമുയർത്തി മറ്റ് രാജ്യങ്ങൾ സമുദ്രദിനം ആചരിച്ചപ്പോൾ ഇന്ത്യ സമുദ്രത്തെയും ഗൃഹത്തെയും ഒരുപോലെ മറന്നു. കടലിലെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ കേരളത്തിന്റെ സമ്പദ്ഘടനയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് സമുദ്രത്തെക്കുറിച്ചൊരു പഠനം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. കൊല്ലം കടൽ തീരത്തിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.